ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാനില്ലായിരുന്നു. കാരണം 2-3 ദിവസത്തെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിലും ഒരു ചെറിയ രീതിക്കൊരു ക്ഷീണമായിരുന്നു. റൂമിൽ നിന്ന് തന്നെ ഇരിക്കാനും റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ച് വീഡിയോസ് എടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു മൂഡായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിച്ച് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എല്ലാവരും ചായ കുടിച്ചു, ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ച് ചില്ലായിട്ടിരിക്കുന്നു ഞാൻ കരുതുന്നു. അപ്പാർട്ട് ഫ്രം വർക്കിംഗ്, യൂഷ്വലി എൻ്റെ ഒരു ദിവസത്തെ ഡേ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കും, അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കോഫി, അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. അപ്പം ഞാനിപ്പോൾ ഡയറ്റ് എടുക്കുവാണെങ്കിൽ ഈവൻ ഷുഗർ കട്ടിങ് ആണെങ്കിലും രാവിലെ നല്ല ഒരു കോഫി മധുരമായിട്ട് കിട്ടിയില്ലെങ്കിലും അന്നത്തെ ദിവസം പോക്കാണ്. അതുകൊണ്ട് രാവിലത്തെ കോഫി മുടക്കിയിട്ട് ഒരു പണിക്ക് ഞാനില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ജിമ്മിൽ പോയി, പിന്നെ തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഒരു ദിവസം അങ്ങ് പോവും. പിന്നെ ഈവനിങ് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ പോവും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ വെക്കേഷൻ മോഡ്, എന്താ പറയുക, ഐറ്റിനറീസ് എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഐ തോട്ട് ഇന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഒരു തോട്ടും ഇനി സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പ്രീ പ്ലാൻ ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. സംസാരിക്കാൻ തോന്നും, സംസാരിച്ച് എനിക്കിപ്പോൾ അങ്ങ് ഇഷ്ടമായി. അത് 2 വീഡിയോ എടുത്തോളൂ, ബട്ട് സ്റ്റിൽ ദെൻ കുറച്ച് നേരം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കോണ്ടന്റ് ഒന്നും ഇല്ല. നമ്മളെ ഒരു അറ്റോമിക് ബുക്സ് എന്ന് പറയുന്ന ഒരു അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഐ ഹോപ്പ് മെജോറിറ്റി പീപ്പിൾ അത് വായിച്ച് കാണും. അതിനകത്ത് പറയുന്നുണ്ട് ഒരു ഹാബിറ്റ് നമുക്ക് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ശീലം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കുറേയൊക്കെ ഭയങ്കര ഹെസിറ്റേഷനും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു ദിവസം 2-3 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് മിനിമം അത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തനിയെ ഇഷ്ടം വരും. ഡെയിലി അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുമ്പോൾ അത് നമ്മളുടെ ഹാബിറ്റായിട്ട് മാറും, അതൊരു ഡെയിലി റൂട്ടീനായിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടും. അത് നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ അത് നമ്മളെ തിരിച്ചിഷ്ടപ്പെടും. അങ്ങനെയാണല്ലോ സ്കൂളിൽ ടീച്ചേഴ്സും പറയുന്നത്. ഒരു സബ്ജക്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടാൻ ശ്രമിക്കൂ, അല്ലേ? നമ്മൾ ട്രൈ ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ കുറേ വ്ളോഗേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരൊക്കെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചും ഓരോ സ്പെസിഫിക് ടോപ്പിക്സിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഐ ഡോണ്ട് നോ, ഐ റിയലി അപ്രിഷിയേറ്റ് അവർ ഇടുന്ന ഹാർഡ് വർക്ക്, ആ ഒരു എഫേർട്ട്. ഓരോ എനിക്കറിയത്തില്ല, ബട്ട് ഐ എം ഓൾസോ ട്രൈയിങ് എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറയാനും സംസാരിക്കാനും. എനിവേസ് ഐ ലൈക്ക് ടു ടോക്ക്. സോ ഇതും അമ്മയിട്ട കോഫിയാണ്. ചിലപ്പോൾ എനിക്ക് 2 നേരമൊക്കെ കോഫി കുടിക്കാൻ തോന്നും, അതൊരു തെറ്റല്ലല്ലോ. പ്രത്യേകിച്ച് ഇന്ന് വീട്ടിലൊക്കെ ആയതുകൊണ്ട് ഒരു ഈവനിങ്ങും ഒരു കോഫിയൊക്കെ കുടിച്ചില്ലെങ്കിൽ ഒരു എനർജി കിട്ടില്ല. അതുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ എല്ലാവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? യാ, ഓക്കെ. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഹോപ്പ് യു ഓൾ ഹാഡ് എ ഗുഡ് ഡേ. അങ്ങോട്ടും ഇനി അങ്ങനെ ആയിരിക്കട്ടെ. ആവശ്യത്തെ സ്ട്രെസ്സൊന്നും വേണ്ട. ജസ്റ്റ് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സൈഡിൽ വെക്കുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് റിലാക്സ്, ഫാമിലിയായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ തന്നെ പകുതി റിലീഫ് കിട്ടും നമുക്ക്. സോ ബൈ, ഗുഡ് നൈറ്റ്.